നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ തൈക്കാട് കഴുമലൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ഭഗവതിക്ക് ചാർത്തുന്ന 7 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷത്തോളം രൂപയും നഷ്ടപ്പെട്ടു. ഇന്ന് പുലർച്ചെ 5:30 ക്ഷേത്ര ജീവനക്കാർ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രത്തിന് മുന്നിലുള്ള വഴിപാട് കൗണ്ടറിന്റെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയിട്ടുള്ളത്. ഇതിനുള്ളിലെ സ്ട്രോങ് റൂമിന്റെ ഷട്ടറും തകർത്തിട്ടുണ്ട്. 2 ലോക്കറുകളിലായാണ് പണവും സ്വർണ്ണാഭരണങ്ങളും സൂക്ഷിച്ചിരുന്നത്. ക്ഷേത്രക്കുളം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ജോലികൾ നടക്കുന്നതിനാലാണ് ഓഫീസിൽ പണം സൂക്ഷിച്ചിരുന്നത്. ഗുരുവായൂർ ACP V സുരേഷ്, SI U മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധനയ്ക്കെത്തും. അവിടെ ഞാൻ ഉടനെ തന്നെ ഓഫീസിൽ ഇവിടെ വന്നു നോക്കുമ്പോൾ ഓഫീസിന്റെ വാതില് പൊളിഞ്ഞെടുക്കുന്നുണ്ട്. ഓഫീസിന്റെ ഉള്ളിലുള്ള സ്ട്രോങ് റൂം പൊളിച്ച നില ഷട്ടർ, അത് സെൻട്രൽ ലോക്കുള്ള ഷട്ടറാണ്. അത് ഷട്ടറിന്റെ അടിഭാഗം കട്ട് ചെയ്യാതെ മോൾ ഭാഗം പൊളിച്ച് ഉള്ളിൽ കടന്ന് അളമാരിയിൽ പൂട്ടി സൂക്ഷിച്ചിരുന്ന പണവും, അത് ഓഫീസിന്റെ സ്ട്രോങ് റൂമിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ലോക്കറിൽ വെച്ചിരുന്ന സ്വർണവും നഷ്ടപ്പെട്ടതായിട്ട് കണ്ടു. ഭഗവതിമാർക്ക് ചാർത്താനുള്ള ആഭരണങ്ങളാണ് ലോക്കറിൽ സൂക്ഷിച്ചിരുന്നത്. ഏകദേശം 1,20,000 രൂപയും 7 പവനോളം സ്വർണവുമാണ് നഷ്ടപ്പെട്ടുള്ളത്. ബാംഗ്ലൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷനും വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യവും ഒരുക്കി കൊടുക്കുന്നതിന്റെ മറവിൽ വൻ രാസലഹരി വിപണനം നടത്തി വന്നിരുന്ന യുവാവിനെ റൂറൽ ജില്ലാ പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘം പിടികൂടി. മണലൂർ അയ്യപ്പൻകാവ് ദേശത്ത് മേനത്തുപറമ്പിൽ ശ്രീജിലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും അന്തിക്കാട് പോലീസും ചേർന്ന് പിടികൂടിയത്. ഇയാളിൽ നിന്ന് 56 ഗ്രാം MDMA പിടിച്ചെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ലഹരിമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായ ശ്രീജിൽ. ബാംഗ്ലൂരിലെ വിദ്യാഭ്യാസ ഏജന്റ് എന്ന വ്യാജേനയാണ് ഇയാൾ തൃശൂർ കേന്ദ്രീകരിച്ച് ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നത്. വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യം തരപ്പെടുത്തി കൊടുക്കുന്നതിന്റെ പേരിൽ വിശ്വാസം പിടിച്ചുപറ്റിയ ശേഷം ഇവരെ ലഹരി ഉപയോഗത്തിലേക്ക് നയിക്കുകയായിരുന്നു പ്രതിയുടെ രീതി. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ദിവസങ്ങളായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. തുടർന്ന് അന്തിക്കാട് വെച്ച് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പ്രതി വലയിലായത്. ശ്രീജിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസിലെ പ്രതിയാണ്. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ലഹരിമരുന്ന് കടത്തിന് പിന്നിൽ അന്തർ സംസ്ഥാന ബന്ധമുണ്ടോ എന്നും കൂടുതൽ പേർ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇരിങ്ങാലക്കുട DYSP M സന്തോഷ് കുമാർ, നർക്കോട്ടിക് സെൽ DYSP KA അബ്ദുൾ സലാം, ചേർപ്പ് SHO KN മനോജ്, അന്തിക്കാട് SIമാരായ M സുഭാഷ്, M അഫ്സൽ, LL വിഷ്ണു, ഡാൻസ് ഓഫ് SIമാരായ P ജയകൃഷ്ണൻ, CR പ്രദീപ്, TR ഷൈൻ, സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, ASIമാരായ ലിജു ഇയാനി, AU റെജി, ES ജീവൻ, ഷിജോ തോമസ്, സീനിയർ CPOമാരായ KN സോഹൻലാൽ, സോണി സേവിയർ, CK ബിജു, KJ ഷിൻഡോ, V കൃഷ്ണദാസ്, സുർജിത്ത് സാഗർ, EA ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ഏറെ നാളായുള്ള അന്വേഷണത്തിനും പരിശ്രമത്തിനും ശേഷമാണ് പ്രതി പിടിയിലായത്. കുന്നംകുളം നഗരമധ്യത്തിലെ ജവഹർ സ്ക്വയർ ബാസ്കറ്റ്ബോൾ കോർട്ട് 17 ലക്ഷം രൂപ ചെലവിൽ അത്യാധുനിക രീതിയിൽ നവീകരിക്കുന്നു. സംസ്ഥാന കായിക വകുപ്പ് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നവീകരണത്തിനുള്ള പ്രാഥമിക നടപടികൾ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലന്റെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. നഗരത്തിലെ കായിക താരങ്ങൾക്ക് മികച്ച പരിശീലന സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. യോഗത്തിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T സോമശേഖരൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൺസി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു എന്നിവർ പങ്കെടുത്തു. കൂടാതെ കൌൺസിൽ കക്ഷി നേതാക്കളായ ഷാജി ആലിക്കൽ, സ്പോർട്സ് കൌൺസിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർമ്മൽ, ബാസ്കറ്റ്ബോൾ പരിശീലകരായ അലക്സ്, ജോബി എന്നിവരും നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പങ്കുവച്ചു. വരും ദിവസങ്ങളിൽ തന്നെ കോർട്ടിന്റെ നവീകരണ ജോലികൾ ആരംഭിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നരസിംഹ ജയന്തി വ്യാഴാഴ്ച ആഘോഷിക്കും. രാവിലെ മേളത്തോടുകൂടിയ കളഭാഭിഷേകം, വൈകിട്ട് ദീപാരാധന, സമൂഹ വിഷ്ണു സഹസ്രനാമജപം, മുറജപം, വാരം, അത്താഴപൂജ എന്നിവയുണ്ടാകും. തുടർന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും വാരസദ്യയും നൽകും. വിശേഷാൽ പൂജകൾക്ക്
ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി, മേൽശാന്തി പിള്ളനേടി പ്രസാദ് നമ്പൂതിരി എന്നിവർ കാർമ്മികരാകും. മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പുത്തൻപള്ളിയുടെ കീഴിലുള്ള മൂലേപ്പാട് സ്ഥിതി ചെയ്യുന്ന ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. മൂലേപ്പാട് ദേശത്തേക്കുള്ള റാസ ഭക്തിഗാന പുരസ്സരം കൊണ്ടാടി. തുടർന്ന് ധൂപപ്രാർത്ഥനയും നേർച്ച വിളമ്പും നടത്തി. വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂരിന്റെ നേതൃത്വത്തിൽ പ്രധാന കാർമ്മികനായി ഫാദർ സക്കറിയ കൊളനൂർ, ട്രസ്റ്റി മിൽജു സി ജേക്കബ്, സെക്രട്ടറി മെറീഷ് സക്കറിയ, കൺവീനർ സോണി സക്കറിയ എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം മെയ് 13 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, മലയാളം, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് ഒഴിവുകൾ. ബന്ധപ്പെട്ട വിഷയത്തിൽ PG, B.Ed, സെറ്റ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. ഫോൺ 9447 553284. കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. പുലർച്ചെ 5-ന് നട തുറക്കൽ, ഗണപതി ഹോമം, തുടർന്ന് നവകം, പഞ്ചഗവ്യം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. തന്ത്രി കക്കാട് വാസുദേവൻ തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല എന്നിവ നടന്നു. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഒരുമ കമ്മിറ്റിയുടെ നാദസ്വരം, നാട്ടുകൂട്ടം കമ്മിറ്റിയുടെ മരം കൊത്തുപാട്ട്, മലർവാടിയുടെ നാദസ്വരം, കാവടി, ബ്രോസ്ലാൻഡിന്റെ ശിങ്കാരിമേളം എന്നിവ നടന്നു. റിതം കമ്മിറ്റിയുടെ കലാമണ്ഡലം സൂരജിന്റെയും കലാമണ്ഡലം വിനീഷിന്റെയും നേതൃത്വത്തിൽ നടന്ന പഞ്ചാരി മേളം പൂരപ്രേമികളെ ആവേശത്തിലാഴ്ത്തി. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ സർഗവനിത ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക നൃത്ത ദിനം ആഘോഷിച്ചു. കുന്നംകുളം നന്മ ഓഫീസിൽ നടന്ന ചടങ്ങ് ഗുരുവായൂർ ചെമ്പൈ ഫൈൻ ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ പ്രസന്ന ബാലൻ ഉദ്ഘാടനം ചെയ്തു. നന്മ ജില്ലാ പ്രസിഡന്റ് മനോമോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രസന്ന ഉണ്ണി നൃത്തദിന സന്ദേശം അവതരിപ്പിച്ചു. നന്മ ജില്ലാ സെക്രട്ടറി രവി കേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. നൃത്തലോകത്തിന് നൽകിയ മഹത്തായ സംഭാവനകൾ പരിഗണിച്ച് കേരള കലാമണ്ഡലം റിട്ടയേർഡ് പ്രിൻസിപ്പൽ കലാമണ്ഡലം പത്മിനി ടീച്ചർ, കുച്ചിപ്പുടി ഡിപ്ലോമ കോഴ്സിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ യുവനർത്തകി ആർദ്ര M ആനന്ദ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. സർഗവനിത ജില്ലാ പ്രസിഡന്റ് PS ചന്ദ്രമതി, സെക്രട്ടറി ഷീലാമണി, P കൃഷ്ണനുണ്ണി, PK വിജയ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം രമ മേനോൻ, ആർദ്ര ആനന്ദ്, റിനീഷ, അഭീഷ്ണ എന്നിവരുടെ നൃത്തനൃത്യങ്ങളും അരങ്ങേറി. എല്ലാ വിഭാഗം കലാകാരന്മാരെയും ഉൾക്കൊള്ളുന്ന കേരളത്തിലെ ഒരേ ഒരു സംഘടനയാണ് നന്മ. അതുകൊണ്ട് തന്നെയാണ് നന്മ കലാകാര ദിനത്തിന്റെ സവിശേഷത എന്ന് നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്നത്. എങ്കിലും വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ, കലാകാരികളെ അവർക്ക് വേണ്ടി പ്രത്യേക ദിനാചരണങ്ങളായിട്ടും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിലെമ്പാടും എല്ലാ ജില്ലാ കമ്മിറ്റികളും മേഖലാ കമ്മിറ്റികൾക്ക് കീഴിൽ പോലും നന്മയുടെ പൊന്നിയൂർകുളം ചമ്മനൂർ ടീം കോമറേഡ്സ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള തണ്ണീർ പന്തൽ വാക്കയിൽ അബ്ദുൾ ഖാദർ, പരത്തിവളപ്പിൽ വിജയന് ആദ്യ തണ്ണീർ ഗ്ലാസ് നൽകി ഉദ്ഘാടനം ചെയ്തു. ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി. രാജൻ മാസ്റ്റർ, അപ്പു മാസ്റ്റർ, CPM പൊന്നിയൂർകുളം ലോക്കൽ സെക്രട്ടറി സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചരമം. കക്കാട് മുനിമട പൊന്നരാശ്ശേരി അപ്പുക്കുട്ടി മകൻ മോഹനൻ നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 കുന്നംകുളം വാതക ശ്മശാനത്തിൽ നടത്തും. ജയന്തി ഭാര്യയും ജിബിൻ മകനുമാണ്. ആൽത്തറ കിഴക്കേക്കരഞ്ഞാലിൽ പരേതനായ അച്യുതൻ ഭാര്യ ചക്കി നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം 2 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തും.
ശിവരാമൻ, പരമേശ്വരൻ, പത്മിനി, അമ്മിണി, ലീല, സരസ്വതി എന്നിവർ മക്കളാണ്. ആർത്താറ്റ് കൊള്ളനൂർ കുര്യൻ മകൻ ജോൺസൺ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.